നമസ്കാരം. ഞാൻ വി പി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്നത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു ചോദ്യം ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം സ്ഥിരമായിട്ട് എൻ്റെ ഈ വീഡിയോ ചാനൽ കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരുപാട് വീടുകളിൽ ഞാൻ വാസ്തു നോക്കാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ നോക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് തന്നെ കുറേ പേർക്ക്, കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹം ഒരിക്കൽ എൻ്റെ അടുത്ത് എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു. ഞങ്ങളത് ഒരുപാട് നാൾ ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ഉത്തരം എന്നോട് ചോദിച്ചു. എനിക്കത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അത് ഉത്തരം, സാർ, എൻ്റെ വീടിനടുത്ത് എൻ്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. അവർ നല്ല നിലയിൽ കഴിഞ്ഞു വന്നവരായിരുന്നു. സിംഗപ്പൂരായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നത്. അവർ സിംഗപ്പൂരിൽ നിന്ന് കുറേ നാൾ ജോലി ചെയ്തിട്ട് നാട്ടിലൊന്ന് സെറ്റിലാവാനായിട്ട് ഒരു വീട് വെച്ചു. ആ വീട് വെച്ച ആ സമയം വീട് പണി പൂർത്തിയായി. അവരെ അത് പാലുകാച്ചി അതിനകത്ത് താമസം തുടങ്ങി. ആ വീട് താമസം തുടങ്ങിയതിന് ശേഷം അവിടെ പല സംഭവങ്ങളുണ്ടായി. ആ വീട് വച്ചതിന് ശേഷം അതുവരെ നല്ല നിലയിലായിരുന്ന ആ വീട്ടിലെ കുട്ടികൾ നിമിഷങ്ങൾ, അതായത് ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും അവരുടെ ജീവിതത്തെ പ്രതിസന്ധികൾ വന്ന് നിറച്ചു കൊടുത്തു. അതെന്തായിരുന്നു കാരണം എന്ന് അദ്ദേഹം എന്നോട് പറയുകയും ഞാൻ അവിടെ നോക്കിയതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഒരു വാസ്തു നോക്കാൻ പോകുന്ന സമയത്ത് ഞാൻ തികച്ചും അക്കാഡമിക് ഇൻട്രസ്റ്റിനായിട്ട് അദ്ദേഹം എൻ്റെ കൂടെ വന്നു. ജസ്റ്റ് അക്കാഡമിക് ഇൻട്രസ്റ്റായിട്ട് ഞാൻ ആ വീട് കണ്ടു. ആ വീട്ടിൽ നിന്ന് ആരും താമസമില്ല, അനാഥമാണ് ആ വീട്. മൊത്തം 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടി. അതിലെ ആ വീട് താമസമായി 2ാമത്തെ കൊല്ലം കഴിയുമ്പോൾ അവിടുത്തെ ഗൃഹനാഥന് സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അദ്ദേഹം പൊടുന്നനെ ഹൃദയാഘാതം വന്ന് മരിക്കുകയും ചെയ്ത കൂട്ടത്തിലാണ്. അത് കഴിഞ്ഞ് അമ്മയും ഈ 3 കുട്ടികളുമാണ് ഉള്ളത്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തൊക്കെ ഉണ്ട്. അദ്ദേഹം അത് സിംഗപ്പൂരിൽ ജോലി നേടിയിരുന്നു. ആവശ്യമായ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട്. അതായത് നല്ല സ്വഭാവത്തിലിരുന്ന ആ മൂത്ത ആൺകുട്ടി തികച്ചും തെറ്റായ കൂട്ടുകെട്ടിൽ പോവുകയും, നല്ല ജോലി ഉണ്ടായിരുന്ന ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്ന ആ പയ്യനെ വളരെ വേഗം തന്നെ ചില കൂട്ടുകെട്ടിൽപ്പെട്ടു പോവുകയും അയാളെ ഡ്രഗ്സ് കാര്യവുമായി ബന്ധപ്പെട്ട് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അയാളെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ ജയിലിലാണ്. രണ്ടാമത്തെ കുട്ടി അത് ആൺകുട്ടിയാണ്. അത് കൂട്ടുകാരുമൊത്ത് പത്തങ്ങളൊക്കെ ഒരിക്കൽ വന്നതാണ്. കൂട്ടുകാരുമൊത്ത് ഉല്ലാസയാത്രയ്ക്ക് പോകവേ, അത് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്, ഉല്ലാസയാത്രയ്ക്ക് പോകവേ ഒരു കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയിട്ട് അവിടെ ഇറങ്ങിയപ്പോൾ അതിനകത്ത് ഏതോ പാറ തട്ടിയിട്ട് തലയ്ക്ക് ക്ഷതമേറ്റ് നല്ല ബ്രെയിന് വല്ലാണ്ട് ആഘാതം വരികയും തികച്ചും ഒരു എന്താ പറയുക, അതായത് ഒരു അബ്നോർമൽ ബിഹേവിയർ ആയിട്ട് മാറുകയും ചെയ്തു. അബ്നോർമൽ ഒന്നിനെ പറ്റിയും ഒരു സ്ഥായി ഭാവം ഉണ്ടാവില്ല, നല്ല ഉണ്ടാവില്ല, ബന്ധുക്കളെ പറ്റി ബോധം ഉണ്ടാവില്ല. കാര്യം ഒരു നോർമൽ മനുഷ്യൻ ചെയ്യുന്നത് എന്തൊക്കെയാണോ അതൊന്നും ചെയ്യാൻ ആ കുട്ടിക്ക് കഴിയത്തില്ല. 3ാമത്തെ സംഭവം എന്ന് വെച്ചാൽ, 3ാമത്തെ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ കുട്ടി പഠിച്ചു, അത് ഡിഗ്രിയൊക്കെ ആയപ്പോഴത്തേന് ആകെയുള്ളൊരു മകളാണ്. അതിനെ വിവാഹം കഴിച്ച് അയച്ചു. അധികം ദൂരമൊന്നുമല്ല, കോഴിക്കോട് തന്നെയാണ് വിവാഹം കഴിച്ച് അയച്ചത്. പക്ഷേ അധികം കഴിയും മുമ്പ് ആ വിവാഹബന്ധം വളരെ പ്രതിസന്ധിയിലാകുകയും ഈ കുട്ടിയും വളരെ വല്ലാതെ രോഗാവസ്ഥയിലും മാനസിക പ്രശ്നത്തിൽ പെട്ടുപോവുകയും ചെയ്തു. നിലവിൽ ഈ 3 പേരും
ആരോ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഈ വീട്ടിൽ താമസിച്ച ശേഷം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഇവിടുന്ന് മാറി താമസിക്കും. അപ്പോൾ അവർ സിംഗപ്പൂറുള്ള സമയത്ത് തിരുവനന്തപുരത്ത് ഒരു വീട് വാങ്ങിയിരുന്നു. ഇപ്പോൾ അവർ ആ വീട്ടിലാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഇദ്ദേഹം മാത്രമാണ് എന്നെ ഇതുകൊണ്ട് കാണിച്ചത്. ഞാൻ ആ വീട് നോക്കുമ്പോൾ പിന്നെ ആ കുട്ടികൾ എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല എന്നുള്ള ചോദ്യമാണ്. ഇദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. നോക്കിയപ്പോൾ വളരെ വളരെ വലിയൊരു വീടൊക്കെയാണ്. പക്ഷേ ആ വീട് നിർമ്മിച്ചിരിക്കുന്ന അവസ്ഥ, പണത്തിൻ്റെ ഒരു കുറച്ച് അഹങ്കാരം കൂടി അതിൽ കണ്ടു. ഒന്ന്, അത് ഗൃഹനാഥൻ വാഴാത്ത, മക്കൾ വാഴാത്ത വീടാണ് വാസ്തുവിൽ. അപ്പൊ എന്തൊക്കെയാണ് അവിടെ വാസ്തുപരമായി വന്ന മോശത്തരങ്ങളെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു നാടകീയമായ ഒരു സംഭവം നിങ്ങളെ അതിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഒരു വലിയ പ്രഭാഷണത്തിനേക്കാൾ ഉപരിയാണല്ലോ നല്ല ഒരു ഉദാഹരണം. നമുക്കെല്ലാം അറിയാം. അപ്പോ ഞാൻ നോക്കുമ്പോൾ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂല, വടക്ക് പടിഞ്ഞാറ് മൂല, തെക്ക് പടിഞ്ഞാറ് മൂല, വടക്ക് പടിഞ്ഞാറ് മൂല, തെക്ക് കിഴക്ക് മൂല, വടക്ക് കിഴക്ക് മൂല, ഈ 4 മൂലകളും കട്ടായി പോയി. എക്സ് ആകൃതിയിലാണ് വന്നേക്കുന്നത്. അതൊരു ഫാഷൻ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. 4 മൂലയും കട്ടാകുമ്പോൾ എന്തായി? ഗൃഹാനില്ല, മക്കളില്ല അവിടെ. പിന്നെ എങ്ങനെയാണ് അവിടെ പിടിച്ചു പോവുക? ഈ 4 മൂലകളും തെക്ക് പടിഞ്ഞാറ് മൂലയും വടക്ക് പടിഞ്ഞാറ് മൂലയും ഗൃഹനാഥന്റെയും മക്കളുടെയും മൂലയാണ്. തെക്ക് കിഴക്കും വടക്ക് കിഴക്കും മക്കളുടെ മൂലയും തന്നെയാണ്. ആ സംഭവിച്ചത് നിങ്ങൾ കാണൂ. ഈ 4 മൂലയും കട്ടായി പോയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ വന്നപ്പോൾ ആ കുടുംബമാണ് നശിച്ചു പോയത്. ചില ആളുകളൊക്കെ നമ്മുടെ വാസ്തു ചാനലിൽ വന്ന് കമന്റ് പറയാറുണ്ട്, ഈ കാലത്ത് ആരിതൊക്കെ നോക്കും, ഈ കാലത്ത് ആരിതൊക്കെ ചെയ്യും. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് പണം ഉണ്ടാക്കുകയും കുറച്ച് അധ്വാനിക്കുകയും ചെയ്യുന്നതല്ല, മറിച്ച് കുറച്ച് ബുദ്ധിയും കുറച്ച് വിജ്ഞാനങ്ങളും കുറച്ച് അറിവുകളും ഒക്കെ ചേർത്ത് കെട്ടി വായിച്ച് ജീവിക്കണം. അതിനെ അനുഭവം ജീവിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം യഥാർത്ഥത്തിൽ പുലരുക. അല്ലാതെ അധ്വാനം മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഈ 4 മൂല കട്ടായെന്ന് മാത്രമല്ല, കന്നിമൂലയിൽ കുഴി, സെപ്റ്റിക്, തെക്ക് കിഴക്ക് കിണർ, വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറ് സെപ്റ്റിക് ടാങ്ക്, വടക്ക് കിഴക്ക് ഭാഗത്ത് പിന്നെ ഈ കുളിമുറിയിൽ നിന്ന് വരുന്ന മാലിന്യക്കുഴി, വീടിന്റെ അടുക്കള തെക്ക് പടിഞ്ഞാറ് അടുക്കള, വടക്ക് കിഴക്ക് ഭാഗത്ത് എല്ലാ മൂലകളോടും ചേർന്നിട്ട് ബാത്റൂമുകൾ, മധ്യഭാഗത്ത് ബാത്റൂം. ഇതൊക്കെ വെക്കുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾ വാഴുമോ? ആ മക്കൾ അതോടുകൂടി ഇല്ലാതാകില്ലേ? സത്യമല്ലേ അത് അദ്ദേഹം പറഞ്ഞത്? എന്തുകൊണ്ടില്ലാതായി എന്ന ചോദ്യത്തിന് നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ട ഉത്തരമാണിത്. ഈ ഉത്തരങ്ങൾ, ഈ പറയുന്ന വാക്കുകൾ വെറും പാഴ്വാക്കുകളായിട്ട് നിങ്ങൾ കാണണ്ട. നിങ്ങളതിനെ അന്ധവിശ്വാസമായിട്ടും കരുതണ്ട. നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങൾ ഈ സാധനം പരിശോധിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ എടുത്ത് നോക്കൂ, എന്നിട്ട് വേണം വിശ്വസിക്കാൻ. ഇപ്പോൾ ഉത്തരായന കാലമാണ്. മെയ് ആദ്യകാലം വരെ കേരളത്തിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീടുകളുടെ നിർമ്മാണം നടക്കുന്നതും ലക്ഷക്കണക്കിന് വീടുകളുടെ കറക്ഷൻ നടക്കുന്നതും ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ വീഡിയോയ്ക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളുടെ വീടിന്റെ മൂലകളൊന്നും എൽ ഷേപ്പിൽ വരാതെ, കട്ടാകാതെ, ഇവിടങ്ങളിലൊക്കെ ചേർന്ന് കുഴി വരാതെ നിങ്ങൾ സൂക്ഷിക്കണം. നമ്മൾ ഈ പറഞ്ഞ ഈ വീടിന്റെ വേറെ ഒരു വലിയ ന്യൂനത കൂടിയുണ്ട്. തെക്കോട് നിൽക്കുന്ന വീട് ആയതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് തന്നെയാണ് വഴിയും വന്ന് കയറിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വീടിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ നശിപ്പിച്ചതാണ്. ഒരാളുടെ പറഞ്ഞാൽ വിശ്വസിക്കുമോ ഈ കാരണം കൊണ്ടാണ് ഇതൊക്കെ പറ്റിയെന്ന്? അങ്ങനെ ചോദിക്കുന്നതോട് എനിക്ക് പറയാനൊരു കാര്യമുള്ളൂ, അവരപ്പോൾ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിലപ്പോൾ ഇത് ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നല്ലോ. അവർ സിംഗപ്പൂരിൽ നിന്ന് മാറി താമസിക്കുമ്പോഴാണല്ലോ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത്, എല്ലാം പൊടുന്നനെ ഉണ്ടായത്. അതെന്തുകൊണ്ടാണ്? അപ്പൊ ഈ വിജ്ഞാനം നിങ്ങൾ സ്വീകരിക്കുക. കാര്യം ഞാൻ പലതവണ പല രൂപത്തിൽ നിങ്ങളടുത്ത് ഇതിന്റെ പല സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉൾക്കൊള്ളേണ്ടത് ഇത്തരം സംഭവങ്ങൾ ഒരു വീട്ടിലും വരാതെ നോക്കേണ്ടതാണ്. നിങ്ങളുടെ ബന്ധുക്കൾക്ക് വീട് പണിയുന്നുണ്ടാവാം, നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ നിങ്ങളുടെ സഹോദരിക്കോ ഒക്കെ വീട് പണിയുന്നുണ്ടാകാം. ഈ വിജ്ഞാനം അവർക്ക് നിറച്ചു കൊടുക്കണം.
അവരെ അറിയിക്കണം, അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. സ്നേഹമുള്ളവരൊന്നും നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, എപ്പോഴും അവിടെ ഉന്നതിയും ഐശ്വര്യം വേണമെങ്കിൽ അവിടെ തലമുറ നന്നായി വാഴണം. ആ തലമുറ കെട്ടുപോകാതെ കാക്കണം. ഒരു രക്ഷകർത്താവും പറയരുത് ആ മക്കൾ അതോടെ തീർന്നു എന്ന് പറയാൻ ഒരിക്കലും ഇടയാകരുത്. ഈ വിജ്ഞാനം നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുക. ചെറിയ ഒരു വിജ്ഞാനമാണെന്ന് തോന്നുമെങ്കിലും ഇത് വലിയ 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 മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നവയാണ്. നിങ്ങൾ ഈ വിജ്ഞാനം സ്വീകരിക്കുക. അടുത്ത ഒരു വീട്ടിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.